കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗനവാടി വർക്കർമാരുടെ സെലക്ഷൻ ലിസ്റ്റിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് വിവാദം കെട്ടടങ്ങുന്നില്ല. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗനവാടി വർക്കർമാരുടെ സെലക്ഷൻ ലിസ്റ്റിൽ ക്രമക്കേടുകൾ നടന്നതായുള്ള CPIMന്റെ ആരോപണത്തിന് പിറകെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വനിതകൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ക്യാബിനിൽ തള്ളിക്കയറി. വനിതകളുടെ ചോദ്യങ്ങൾക്ക് പ്രസിഡന്റ് കൃത്യമായ മറുപടി നൽകിയില്ലെന്ന് പരാതി. 2024 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായാണ് ലിസ്റ്റിനു വേണ്ട അഭിമുഖങ്ങൾ നടന്നത്. 2025 ജൂൺ 28 സെലക്ഷൻ ലിസ്റ്റ് പുറത്തിറക്കുകയും വളരെ തിരക്കുപിടിച്ച് ജൂൺ 30 ആളുകളെ നിയമിക്കുകയും ചെയ്തു. ഏറെക്കാലത്തെ പ്രവൃത്തി പരിചയമുള്ള വനിതകളെയും വിധവകളെയും അംഗനവാടിക്കായി സ്ഥലം നൽകിയവരെയും പോലും പരിഗണിക്കാതെ മാനദണ്ഡങ്ങൾക്ക് വിപരീതമായാണ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ വനിതകൾ ആരോപിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗനവാടി വർക്കർമാരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിൽ വളരെയധികം ക്രമക്കേടുകൾ വരുത്തിയിട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഒരുപാട് മാനദണ്ഡങ്ങൾ നിലനിൽക്കെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, അതുപോലെ സ്ഥലം കൊടുത്തവരുണ്ട്, അവരൊക്കെ മാറ്റി നിർത്തി വിധവകളുണ്ട്, ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്തവരുണ്ട്, അവരൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗ് നേതാവിന്റെ കുടുംബത്തിൽ നിന്നു തന്നെ 5-ൽ കൂടുതൽ പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതായും പരാതിയുണ്ട്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും തികച്ചും സ്വജനപക്ഷപാതപരമായ നടപടികളാണ് ലിസ്റ്റ് രൂപീകരണത്തിൽ നടന്നതെന്നും ആരോപിച്ചു. ിന്റെ രസം പറയുകയാണെങ്കിൽ ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്നിരുന്ന ഒരു ലീഗ് നേതാവിന്റെ വീട്ടിലുള്ള 5 പേർക്കാണ് നിയമനം ലിസ്റ്റിൽ കയറി വന്നിട്ടുള്ളത്. ഇത് അവരുടെ ഒരു ആഗ്രഹത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടുള്ളൊരു ലിസ്റ്റ് ആയിരുന്നെങ്കിൽ എന്തിന് ഇന്റർവ്യൂ നടത്തി? ഇന്റർവ്യൂവിന്റെ ആവശ്യം എന്തായിരുന്നു? ഇവർ സ്ഥലം കൊടുത്തവരും ഒക്കെ പുറത്ത് നിൽക്കുകയാണ്, അതുപോലെ പാവപ്പെട്ടവർ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ പുറത്ത് നിൽക്കുകയാണ്. ഈ ലിസ്റ്റ് എന്തായാലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു ലിസ്റ്റ് തന്നെയാണ്. എന്നാൽ അംഗനവാടി വർക്കർമാരുടെ അഭിമുഖത്തിന് 555ഓളം ആളുകൾ എത്തിയിരുന്നു. 4 ദിവസങ്ങളിലായി അഭിമുഖവും നടത്തിയിരുന്നു. അഭിമുഖം നടന്ന ദിവസങ്ങളിൽ എത്താൻ കഴിയാത്തവർക്കായി വീണ്ടും അഭിമുഖം നടത്തിയിരുന്നു. അത്രത്തോളം സൂക്ഷ്മ പരിശോധന നടത്തി. ആരെയും ഒഴിവാക്കാതെ നടത്തിയ അഭിമുഖത്തിൽ ആരോപണം ഉന്നയിക്കുന്നവർ പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകൾ കുറവാണെന്ന് പ്രസിഡന്റ് KM ഹനീഫ പറഞ്ഞു. ഇന്റർവ്യൂ ബോർഡിന്റെ പ്രതിനിധികളായി പ്രസിഡന്റിനൊപ്പം CDPO, അതുമായി ബന്ധപ്പെട്ട മറ്റ് 2 ഉദ്യോഗസ്ഥർ, അങ്ങനെ ആളുകളുടെ തീരുമാനങ്ങളും അഭിമുഖത്തിന് വന്നവരുടെ യോഗ്യതയും നോക്കി തന്നെയാണ് ലിസ്റ്റ് പുറത്തിറക്കിയത്. വനിതകളുടെ മാനസിക പ്രയാസങ്ങളെല്ലാം മനസ്സിലാക്കുന്നതായും അവർക്കൊപ്പം തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റെന്നും KM ഹനീഫ പറഞ്ഞു. ആരെയും തിരസ്കരിക്കുന്നില്ലെന്നും 2011-12 കാലഘട്ടങ്ങളിൽ അഭിമുഖം നടത്തി ഇത്രയും വർഷങ്ങൾക്കു ശേഷം വീണ്ടും അഭിമുഖം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടു വരുന്ന പരാതികളും പ്രശ്നങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനും അതിന്റെ ബന്ധപ്പെട്ട വകുപ്പിനുമാണ് എന്നും യഥാസമയം അഭിമുഖം നടത്തി നിയമനം നടത്താത്തതിനാൽ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇതെന്നും പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. ഈ 4 ദിവസത്തിനും ഉള്ളിലും വരാൻ കഴിയാത്ത ആളുകൾ, ആശുപത്രിയിലുള്ള ആളുകൾ, അസുഖമായിട്ടുള്ള ആളുകൾ, ഇന്റർവ്യൂ കാർഡ് കിട്ടാൻ വൈകിയതിന്റെ പേരിൽ അറിയിപ്പ് ലഭിക്കാതെ വന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് വീണ്ടും നമ്മൾ ഒരു ദിവസം കൂടി വരാനുള്ള ചാൻസ് കൊടുത്തു. അപ്പോൾ ആരും ഒഴിവാക്കിക്കൊണ്ടല്ല ഇന്റർവ്യൂ നടത്തിയത്. പക്ഷേ എന്നാൽ ഇവർ പറയുന്ന ആളുകൾ പറയുന്നതൊക്കെ ഒരു പക്ഷേ അവരുടെ വാദഗതികൾ ശരിയായിരിക്കാം, അവർക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം, ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്റർവ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ അവസാന വാക്കോ അല്ലെങ്കിൽ അതിലെ പ്രതിനിധിയായി ഞാൻ മാത്രമല്ല, കൂടെ CDPO ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട മറ്റ് 2 ഉദ്യോഗസ്ഥര്, പിന്നെ ബോർഡ് അംഗങ്ങളായിട്ടൊരു 8ഓളം പ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ മാനസിക പ്രയാസം കൊണ്ടൊക്കെ പറയുന്നതാണെങ്കിലും അതെല്ലാം കറക്റ്റാണ്. അവരുടെ വേദനയോടും അല്ലെങ്കിൽ അവരുടെ പ്രയാസത്തിന്റെ ഒപ്പം തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. 2011 കാലഘട്ടങ്ങൾ, 11-12 കാലഘട്ടങ്ങളിലാണ് ഇവിടെ അംഗൻവാടി വർക്കേഴ്സിന്, ഹെൽപ്പേഴ്സിനും ഒക്കെ ഇന്റർവ്യൂ നടന്നത്. അതിനുശേഷം 2025 ഈ ഇന്റർവ്യൂ നടക്കുന്നത് വരെ വേറെ ഇന്റർവ്യൂ നടത്തിയിട്ടില്ല. അതാത് ഒഴിവുകൾ വരുന്ന സാഹചര്യത്തിൽ, 1-ഓ അതിൽ കൂടുതലോ ഒഴിവ് വരുന്ന സാഹചര്യത്തിൽ അപേക്ഷകരെ അപേക്ഷ സ്വീകരിക്കുകയും ആ ഒഴിവ് അന്നന്ന് നികത്തി പോരുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഇവർ ഈ പറയുന്ന ആശങ്ക, അതായത് വയസ്സ് 47 വയസ്സ് 45 ഇനി എനിക്കൊരു അവസരമില്ല എന്നൊക്കെ പറയുന്ന ഒരു ആശങ്ക, അത് നമുക്ക് ഇല്ലാതാക്കാമായിരുന്നു.